മഞ്ഞപ്ര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ബജറ്റ് സെമിനാർ സംഘടിപ്പിച്ചു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൗവരാൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കാലടി ശ്രീശങ്കര കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ അനുമോൾ പ്രഭാഷണം നടത്തി. മഞ്ഞപ്ര സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ AP വർഗീസ് സ്മാരക ഹാളിൽ വെച്ച് ബഡ്ജറ്റും സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാർ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൗവരാൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞപ്രയിലെ സാംസ്കാരിക വേദി ഞാൻ പത്രങ്ങളിലൊക്കെ മിക്കവാറും ഇതേപോലെ ഇപ്പോഴും സെർച്ച് ചെയ്യും, ഇങ്ങനെ കാണാറുണ്ട്. അടിക്കടി ഈ സാംസ്കാരിക വേദിയുടെ പരിപാടികൾ ഇങ്ങനെ അവര് ഉദ്ഘാടനം ചെയ്തു, ഇവര് സംസാരിച്ചു, ഇന്ന വിഷയമാണ്. അപ്പോ വിഷയം ഏറ്റെടുക്കുന്നതിലെ ഒരു വ്യത്യസ്തത. അപ്പോ ഞാൻ ഇത് ഏതെങ്കിലും ലൈബ്രറിയുടെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഭാഗമായിട്ട് എങ്ങനെയാണ് ഇത്തരം ആനുകാലിക പ്രസക്തമായ ഒരു വിഷയം, ഇത്തരം വിഷയങ്ങൾ നിരന്തരമായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് എന്റെ കുറച്ച് സുഹൃത്തുക്കളെ വിളിച്ചു. അപ്പോ ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. അവിടെ ഒരു സജീവ് സാറുണ്ട്, കൃത്യമായിട്ട് ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തെടുക്കും. അത് അദ്ദേഹം ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ഫാദർ വർഗീസ് അരീക്കൽ ഒരു പ്രഗത്ഭനായ ബിഷപ്പ് തന്നെ ആണ്. അപ്പൊ അത് ഒരു പ്രത്യേകതയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഒരുപാട് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ആൾക്കൂട്ടമൊന്നുമല്ല, കാമ്പുള്ള കുറെ ആളുകൾ അവിടെ ഇരിക്കും. ദാറ്റ്സ് എ പോയിന്റ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാല് ഏതൊരു സമൂഹത്തെയും ആ സമൂഹത്തെ ചലനാത്മകമാക്കണത് ഇത്തരം ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റാണ്. കാലടി ശ്രീശങ്കര കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KA അനുമോൾ ബഡ്ജറ്റും സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയും കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള വെല്ലുവിളികളെ എല്ലാം തന്നെ ഒരു പ്രതിരോധ ശേഷിയോടുകൂടി തന്നെ ഇന്ത്യ പിടിച്ചു നിൽക്കുകയും ഒത്തിരി പിന്നീട് കൂടുതൽ അതിലേക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിൽ ഒരു സെൽഫ് റിലയന്റ് ആയിട്ട് സ്വയം പര്യാപ്തയോട് കൂടി തന്നെ നിന്നുകൊണ്ട് അതിനെ മറികടന്ന് ഇന്ത്യക്ക് ആ ഒരു കോവിഡ് പാൻഡമിക് എന്ന് പറയുന്ന ദുരന്തത്തെയും മറികടന്ന് പോകുന്നുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 7.3% നമ്മുടെ GDP ഗ്രോത്ത് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായിട്ടൊരു നിമിഷം തന്നെയാണ്. അപ്പൊ ഇനിയും ഇവിടെ നേരത്തെ ആമുഖത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 2047 എത്തിക്കഴിയുമ്പോൾ ഇന്ത്യ ലോകത്തെ തന്നെ വേൾഡിൽ തന്നെ ഒന്നാം ഒരു ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് മാറണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി തന്നെയാണ് പല കാര്യങ്ങളും വിഭാവനം ചെയ്തിട്ടുള്ളത്. സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവ് അരീക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി വിജയലക്ഷ്മി ചന്ദ്രൻ, ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ വൈസ് ചെയർമാൻ രഞ്ജി പട്ടേൽ, മുൻ സ്കൂൾ പ്രിൻസിപ്പൽ PV ആന്റണി, KSFE മുൻ ബ്രാഞ്ച് മാനേജർ TP തോമസ്, സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് നോബി കുഞ്ഞപ്പൻ, ജോയിന്റ് സെക്രട്ടറി TP കുര്യാക്കോസ്, ജിനോ കണ്ണേൻ, വർഗീസ് മോളശ്ശേരി, വർഗീസ് പുന്നക്കൽ, PK ഗോപി, PM പൗലോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,